ആഘോഷിക്കൽ എങ്ങനെയാ? തുമ്പപ്പൂ വിട്ട് പൂക്കളിട്ട് അടപ്രഥമനും കൂട്ടി. പക്ഷെ ഇത്തവണത്തെ ഓണം കുറച്ച് വെറൈറ്റി ആണ്. കാരണം നമ്മളുള്ളത് എവിടെയാണെന്ന് അറിയാമോ? ഫിറ്റ്നസ് ഫ്രീക്സ് ഉള്ള ഓറിക്സ ജിമ്മിലാണുള്ളത്. ഇവിടെ ഒരുപാട് സർപ്രൈസുകൾ നമുക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. മാവേലി തമ്പുരാന് പ്രോട്ടീൻ പൗഡർ അങ്ങ് പാതാളത്തിൽ എത്തിച്ചതാണ് പറയാൻ കഴിയുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ പ്രോട്ടീൻ പൗഡർ അടിച്ച എനർജി ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദി ഷോ. ജിമ്മന്മാരുടെ ജിമ്മോണമാണ്. ആകെ മൊത്തം അപ്പോഴും വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര കാലറി ബേൺ ചെയ്തപ്പോ തന്നെ? 200 കഴിഞ്ഞിട്ടുണ്ടാവും. 200 കഴിഞ്ഞു. എന്താ അവസ്ഥ ഇവിടെ? 100 ആയി. ഇത് കാലറി ചെക്കിംഗ് എപ്പോഴെപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? അല്ല, നിങ്ങൾ ഈ സദ്യ ഒക്കെ കഴിച്ചാൽ എന്തായാലും അടപ്രഥമന് 3 കൂട്ടം പായസമൊക്കെ ഉണ്ടാവും. അത് കഴിച്ചുള്ള കാലറി എന്ത് ചെയ്യും? അത് PT അടുത്ത 4 ദിവസം കൊണ്ട് ട്രെയിനർ ബേൺ ചെയ്യും. ട്രെയിനർ സ്ട്രിക്റ്റ് ആണോ? അത്രയല്ല, കൂൾ ട്രെയിനർ ആണ്. നിങ്ങൾ പായസം കഴിച്ചാലൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയാണോ? അപ്പൊ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും അറിയാണ്ട്. അത് മാത്രമല്ല, ഇവിടെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇനിയും കാണാനുണ്ട്. അതും ഓണത്തിന്റെ കോസ്റ്റ്യൂമില്. അതാണല്ലോ ഇത് വെറൈറ്റി. വാ. ഹലോ മാവേലി പാതാളത്തിൽ നിന്ന് എത്തിയിട്ട് പായസം പോലും വേണ്ട, ഡംബിൾസ് മതിയോ? പായസം ഉണ്ടെങ്കിൽ കുടിക്കാം, വിശക്കുന്നുണ്ട് നല്ലോണം. അല്ല, അപ്പൊ ഷുഗർ കട്ടൊന്നുമില്ലേ? ഷുഗർ കട്ട് ഇന്നത്തേക്ക് ഷുഗർ കട്ടില്ല. ഇന്ന് നമുക്ക് ആഘോഷമാണ്. ഇന്ന് ആഘോഷമാണ്. ഇന്ന് കാർബ് കട്ടും ഇല്ല, ഷുഗർ കട്ടും ഇല്ല. ഇല്ല, ഇന്നൊന്നുമില്ല. ഇന്ന് സദ്യ കഴിച്ചാൽ റിഗ്രറ്റ് ഇല്ല. ഇല്ല, ഇന്ന് വയറ് നിറച്ച് സദ്യ ഉണ്ടാവണം. ഇന്ന് ഓണമാ. അപ്പൊ ഓണമാണ്. ഓണമായിട്ട് ഇവർക്ക് ചുമ്മാതെ ഇരുത്താൻ വരെ പറ്റത്തില്ല. നമുക്ക് സാധാരണ ഓണത്തിന് എന്താ, വടംവലി ഉണ്ടാകും, അല്ലെങ്കിൽ ലെമൺ ആൻഡ് സ്പൂൺ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നോർമലാണ്. അതല്ലാണ്ട് ഈ ജിമ്മന്മാർക്കും ജിമ്മത്തികൾക്കും കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ഗെയിമുകൾ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ആർക്കാ റെഡി ആയിട്ടുള്ളവർ മുന്നോട്ട് വാ. ഇനി ഗെയിം എന്താന്നല്ലേ? ഗെയിം പുഷപ്പാണ്. പക്ഷെ അങ്ങ് ചുമ്മാതൊരു പുഷപ്പ് അല്ല. ഇവർ പുഷപ്പ് ചെയ്യുമ്പോൾ ഇവരെ മുകളിൽ ഒരാളുണ്ടാവും. പിന്നെ അതിൽ സക്സസ് ആയ വേറൊരാളെ കയറ്റും. അങ്ങനെ വൻ ഹിറ്റ് ഒരു ഗെയിം ആയിരിക്കും ഇത്. പക്ഷേ ഗെയിം അങ്ങ് കളിച്ച് ചുമ്മാതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്കിത് പൊക്കാൻ പറ്റില്ല. 3 കൊല പഴവും അതുപോലെ തന്നെ 8 ട്രേ മുട്ടയുമാണ് ഞങ്ങൾ ഈ ജിമ്മന്മാർക്ക് കൊടുക്കാൻ പോകുന്നത്. മൊത്തത്തിൽ ഇപ്പൊ എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 200 കിലോ വെയിറ്റ് ആണ് ഇപ്പൊ. നല്ല ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ. ബുദ്ധിമുട്ടുള്ളൂ. എന്നിട്ട് എങ്ങനെ സാധിക്കുന്നില്ല? അത് ഒറിക്സിന്റെ ഒരു ടെക്നിക്ക്. അത് അല്ല, എന്താ കഴിഞ്ഞു ഇറങ്ങണ. ഇത് ഇവർക്ക് കൊടുക്കുന്ന നെക്സ്റ്റ് ഗെയിമാണ്. 25 കിലോ ഡംബലാണ് ഇവരെ മുകളിൽ നമ്മൾ കയറ്റാൻ പോകുന്നത്. ആര് ജയിക്കുന്നത് നമുക്ക് കാണട്ടെ. വാ, ഗെയിം സ്റ്റാർട്ട് നൗ. 2 4 5. അല്ല, എന്താണ് എനർജിയുടെ സീക്രട്ട്? ഇത്രയും പിടിച്ചു നിൽക്കാൻ കാരണം ടീമില്ലേ നമ്മളെ കൂടെ? അതാണ്, ഈ ചുറ്റുള്ളവരാണ് കേട്ടോ ഇത്രയും പുഷപ്പ് എടുക്കാൻ ഹെൽപ്പ് ചെയ്തല്ലേ. അവരുടെ എനർജി മോട്ടിവേഷൻ അല്ലേ? പിന്നല്ലാതെ. നമ്മൾ ഫസ്റ്റ് റൗണ്ട് കണ്ട് ഗംഭീര മത്സരമായിരുന്നു. അതിൽ നിന്ന് ജയിച്ചവരാണ് ഈ 2 പേര്. അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? കോച്ച് ജനക്. എന്താ? ജനക്. എന്താ ചേട്ടൻ പേര്? സതീഷ്. എന്താ ചെയ്യുന്നത്? ട്രെയിനറാണ്. കോച്ച് ട്രെയിനർ തന്നെയാണ്. ഓക്കെ, 2 പേരും ട്രെയിനേഴ്സ് ആണ്. സോ അതിന്റെ അപ്പൊ അവര് തമ്മിലുള്ള മത്സരം, ട്രെയിനേഴ്സ് തമ്മിലുള്ള മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ തുടങ്ങല്ലേ? ആര് ജയിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. മത്സരമാണ് സംഭവം. ട്രെയിനേഴ്സ് തമ്മിലുള്ള മത്സരമാണ്. അതാണ് അതിന്റെ ആവേശമാണ് ചുറ്റും കണ്ടോണ്ടിരിക്കുന്നത്. എന്താ നേരത്തെ പറഞ്ഞ സെയിം അവസ്ഥ തന്നെ. കംപ്ലീറ്റ് ചെയ്തു. ഭയങ്കര വിജയകരമായി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാരെയും വെല്ലുവിളിച്ചോടെ ഒന്നുകൂടി വിഷയമാണ്. ഈ എനർജിയുടെ സീക്രട്ട് എന്താണ്? ടീം. ഇനി എന്താണ്? ടീം തന്നെയാണ് ഇവരുടെ സീക്രട്ട്. അപ്പൊ ഈ ഒരു ടീമിന് നമുക്ക് മൊത്തത്തിലൊരു സമ്മാനം കൊടുക്കാണ്ട്. നിങ്ങൾ റെഡിയല്ല സമ്മാനം വാങ്ങാൻ? ഓക്കെ, റെഡി. അപ്പൊ നമ്മുടെ സമ്മാനമാണ് ഗൈസ്. ഇത് എനിക്ക് പൊന്നില്ല, പക്ഷെ ഇവർക്ക് പൊന്തേണ്ടതാണ്. നമ്മളെ ജനക്കിന്
കോഴിമുട്ട 8 ട്രേ കോഴിമുട്ട. നിനക്ക് ഈ കോഴിമുട്ട എന്താ ചെയ്യാ? പുഴുങ്ങി തിന്നോ? പുഴുങ്ങി തിന്നേ കോഴിമുട്ട? രണ്ടാഴ്ചത്തേക്കുള്ള കോഴിമുട്ടാണ്. 2 ആഴ്ചത്തെ കോഴിമുട്ട ഒക്കെ കിട്ടി. ജിമ്മിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരോട് ട്രെയിനേഴ്സ് പറയുന്നതായിരിക്കും നിങ്ങൾ കാർബ്സ് കൺട്രോൾ ചെയ്യണം, നിങ്ങൾ ഓയിൽ കൺട്രോൾ ചെയ്യണം, ഓയിൽ ഫുഡ്സ് അധികം കഴിക്കരുത്. ഇവിടുത്തെ എല്ലാവരും തകൃതിയായിട്ട് നമ്മൾ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കും കാർബ്സ് കൺട്രോൾ ഇല്ല അന്നില്ല. ഇന്ന് എല്ലാവർക്കും കാർബ്സ് കൺട്രോൾ ഒക്കെ ലിമിറ്റഡ്. പായസമാണോ കുടിക്കുന്നത്? വെള്ളമാണോ കുടിക്കുന്നത്? പായസം കുടിക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല. ഓ 3 ഗ്ലാസ് കുടിച്ചു കുതിരിയാ. 3 ഗ്ലാസ് പായസം കുടിച്ചാൽ എത്ര കലോറി വരും? എത്ര കലോറി എന്നുള്ള ട്രെയിനറോട് ചോദിക്കണം. 1000 കലോറി വന്നു. അപ്പൊ നീ എങ്ങനെ ബേൺ? നമ്മൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് ബേൺ ചെയ്യും. നാളെ തൊട്ടിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇന്നൊരു ദിവസം എല്ലാവർക്കും റെസ്റ്റ് ആണോ?